നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിതിൻ രാജിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഏപ്രിൽ 28-ന് ഹർത്താൽ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ മായാണ്ടി. നിതിൻ രാജിന്റെ മരണം ആദ്യം ആത്മഹത്യയാക്കി എഴുതിത്തള്ളാൻ അധികൃതർ തീരുമാനിച്ച നിതിൻ രാജിന്റെ മരണം കൊലപാതകമായി മാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണെന്നും മായാണ്ടി. നിതിൻ രാജിന്റെ മരണം നടന്ന് 12 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സർക്കാർ നിലപാട് ദുരൂഹത ഉയർത്തുന്നതാണെന്നും ആരോപണം. 30 ദിവസം പിന്നിട്ടിട്ടും പീഡനക്കേസിൽ ഒളിവിൽ പോയ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് എം വത്സനെ പിടികൂടാനാകാതെ പോലീസ്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലും വാഹനത്തിലും വച്ചു പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഫലം കണ്ടില്ല. ഇതിനിടെ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി തള്ളി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17 ചേലക്കരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ചേലക്കര തോട്ടുപാലം സ്വദേശി അലിയുടെ മകൻ അൻസാർ അലിയെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള 1-ലധികം പേരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. വാണിയംകുളത്ത് വയോധികനെ കടത്തെണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനയൂർ സ്വദേശി കുഞ്ഞുട്ടനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കരയിൽ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരന് സൂര്യാഘാതമേറ്റു. തോട്ടേക്കോട് സ്വദേശി പ്രദീപിന്റെ ഇളയ മകൻ ശബരീഷിനാണ് സൂര്യാഘാതമേറ്റത്. വേനൽ ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളും പ്രായമായവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ. വാർത്തകൾ വിശദമായി. നിതിൻ രാജിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുമെന്ന് ചെയർമാൻ കെ മായാണ്ടി പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം ആദ്യം ആത്മഹത്യയാക്കി എഴുതിത്തള്ളാൻ അധികൃതർ തീരുമാനിച്ച നിതിൻ രാജിന്റെ മരണം കൊലപാതകമായി മാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണെന്നും മായാണ്ടി പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം നടന്ന് 12 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സർക്കാർ നിലപാട് ദുരൂഹത ഉയർത്തുന്നതാണെന്നും വാർത്താസമ്മേളനത്തിൽ മായാണ്ടി ആരോപിച്ചു. 52 ദളിത് പിന്നോക്ക സംഘടനകൾ ചേർന്നാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. രോഹിത് വെമുല ആക്ട് നടപ്പാക്കിയിരുന്നുവെങ്കിൽ നിതിൻ രാജിന്റെ ജീവൻ നഷ്ടമായില്ലായിരുന്നു. ആദ്യം ആത്മഹത്യയാക്കി എഴുതിത്തള്ളാൻ അധികൃതർ തീരുമാനിച്ച നിതിൻ രാജിന്റെ മരണം കൊലപാതകമായി മാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ്. പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷണവും യഥാസമയം ലഭിച്ചിരുന്നുവെങ്കിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് പീഡനമുണ്ടാകാൻ സാധ്യതയില്ല. നിതിൻ രാജിന്റെ മരണം നടന്ന് 12 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സർക്കാർ നിലപാട് ദുരൂഹത ഉയർത്തുന്നതുമാണ്. കൊലപാതകം സംബന്ധിച്ച യാഥാർത്ഥ്യവും വഴിതെറ്റിക്കാനുള്ള വാദങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബസ് ഉടമകളോടും വ്യാപാരികളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മരണവുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹതകൾ ആദ്യം അദ്ദേഹം ആത്മഹത്യ ചെയ്താണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ആ സമയത്ത് പ്രിൻസിപ്പളും മറ്റൊരു തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. നേരെ മറിച്ച് പിന്നീടാണ് അതിലെ വസ്തുതകൾ മനസ്സിലാക്കുന്നത്. നിതിൻ രാജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഡൈഡ് ഓഫ് ബ്ലഡ് സബ്സ്റ്റേറ്റ് ടു ഹെഡ് ആൻഡ് ചെസ്റ്റ്. ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു. ബ്ലഡ് എന്ന വാക്കിന്റെ അർത്ഥം യൂസ്ഡ് ഓഫ് എ നൈഫ് ഓർ ബ്ലേഡ് എന്നാണ്. അപ്പൊ കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ പോറൽ ഏറ്റതിന്റെ അടിസ്ഥാനത്തിലാണ് നിതിൻ രാജ് കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അതിനർത്ഥം നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതല്ല, നിതിൻ രാജ് എങ്ങനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ശക്തമായിട്ടുള്ള അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും. പുരോഗമനം പറയുമ്പോഴും ജാതിവെറി പൂണ്ട സമൂഹം ദളിതരെ അവഗണിക്കുന്ന അധികാരവൃന്ദവും ശക്തമാവുകയാണെന്നും മായാണ്ടി പറഞ്ഞു. വിവിധ സംഘടനാ ഭാരവാഹികളായ TP കനകദാസ്, വേലായുധൻ, K വാസുദേവൻ, PK രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 30 ദിവസമായിട്ടും പീഡനക്കേസിൽ ഒളിവിൽ പോയ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് എം വത്സനെ പിടികൂടാനാകാതെ പോലീസ്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലും വാഹനത്തിലും വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന സൂചനയിൽ ആ വഴിക്ക് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ പ്രശോഭ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എങ്കിലും മണ്ണാർക്കാട് SC/ST കോടതി തള്ളി.
കഴിഞ്ഞ മാസം 28-നാണ് ദളിത് യുവതിയുടെ പരാതിയിൽ പ്രക്ഷോഭിനെതിരെ കേസെടുത്തത്. പാലക്കാട് കുന്നത്തുറുമേട് നോർത്ത് വാർഡിലെ കൗൺസിലറായ പ്രക്ഷോഭ് ജോലി വാഗ്ദാനം ചെയ്ത ഹോട്ടൽ മുറിയിലും വാഹനത്തിൽ വെച്ചും പീഡിപ്പിച്ചുവെന്നായിരുന്നു ദളിത് യുവതിയുടെ പരാതി. യുവതി പരാതി നൽകുന്നതിന് തൊട്ടുമുൻപ് ഫോൺ ഉപേക്ഷിച്ചാണ് പ്രക്ഷോഭ് ഒളിവിൽ പോയത്. പ്രക്ഷോഭ് തമിഴ്നാട്ടിൽ കടന്നായുള്ള സൂചനയിൽ പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രക്ഷോഭ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും മണ്ണാർക്കാട് SC/ST കോടതി പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെയും യുവതിയുടെയും റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. ചേലക്കരയിൽ യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ചേലക്കര തോട്ടുപാലം സ്വദേശി അലിയുടെ മകൻ അൻസാർ അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ഒന്നിലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ സ്വന്തം വീടിന്റെ ഗോവണിക്ക് സമീപം മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കൾ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ചേലക്കര പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ യുവാവിന്റെ തലയിലടക്കം പുതിയ മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ചു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ഒന്നിലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളത്ത് വയോധികനെ കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനയൂർ സ്വദേശിയായ കുഞ്ഞുകുട്ടൻ എന്ന വിളിപ്പേരുള്ള ആളാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. തിങ്കളാഴ്ച രാവിലെ വാണിയംകുളം വല്ലപ്പുഴ റോഡിലുള്ള മെഡിക്കൽ സ്റ്റോർ തുറക്കാൻ എത്തിയപ്പോഴാണ് വയോധികൻ മരിച്ചു കിടക്കുന്നത് കടയുടമ കാണുന്നത്. സ്ഥലത്തെത്തിയവർ ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചു. ഒറ്റപ്പാലം പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ദീർഘനാളായി ഇയാൾ വാണിയംകുളം ബാങ്കിന് പരിസരത്തെ കടത്തിണ്ണകളിലാണ് അന്തിയുറക്കമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചേലക്കരയിൽ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരന് സൂര്യാഘാതമേറ്റു. തോട്ടൈക്കോട് സ്വദേശി പ്രദീപിന്റെ ഇളയ മകൻ ശബരീഷിനാണ് സൂര്യാഘാതമേറ്റത്. വേനൽച്ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളും പ്രായമായവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കളിക്കുന്നതിനിടെ കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ കുട്ടിയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. വേനൽച്ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളും പ്രായമായവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പക്ഷികൾക്ക് ദാഹമകറ്റാൻ അപ്പുണ്ണിയേട്ടൻ വായനശാല ഒരുക്കിയ തണ്ണീർ കുടങ്ങൾ പൊള്ളുന്ന വേനലിൽ പറവകൾക്ക് തൊണ്ട നനയ്ക്കാൻ സഹായകമായി. ദൂരദിക്കുകളിൽ നിന്നും വരെ പറവകൾ ഇവിടെ ദാഹം തീർക്കാൻ എത്തുന്നുണ്ട്. ബാലവേദി പ്രവർത്തകർക്ക് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. ജീവജാലങ്ങൾക്കും താങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവജാലങ്ങളെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൺപാത്രത്തിൽ വെള്ളം എന്തുകൊണ്ടാണ് നമ്മൾ മൺപാത്രം തിരഞ്ഞെടുക്കുന്നത്? നല്ല തണുപ്പുണ്ടാവും. പിന്നെ വേനൽക്കാലത്തിൻ്റെ ചൂടായതുകൊണ്ട് ആ വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? മൺപാത്രമാണ് ഉപയോഗിക്കുന്നത്. മൺപാത്രത്തിൽ വെള്ളം നിറച്ച് നമ്മളതിന് മരത്തിൻ്റെ അവിടെ ഒക്കലുകൾ വരുന്ന ഭാഗങ്ങളോ മരച്ചിട്ടകളോ ഒക്കെ കെട്ടിവെക്കും. കാക്ക, പ്രാവ്, മൈന, തത്ത, കുയിൽ, കുരുവികൾ തുടങ്ങി നിരവധി പറവകൾ ദൂരദിക്കുകളിൽ നിന്നും വരെ വെള്ളം കുടിക്കാൻ എത്തുന്നത് അപ്പുണ്ണിയേട്ടൻ വായനശാല ബാലവേദി പ്രവർത്തകർക്ക് കൗതുക കാഴ്ച കൂടിയാണ്. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ KA അജേഷ് മാസ്റ്റർ, അപ്പുണ്ണിയേട്ടൻ വായനശാല പ്രസിഡന്റ് R റിൻസി, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A അർച്ചന, A സറീന, ലൈബ്രറിയൻ V ചിത്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് വായനശാല പരിസരത്തെ മരക്കൊമ്പുകളിൽ ദാഹജലം സജ്ജീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടുത്ത ഉഷ്ണത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മറ്റു കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ളത്തിന് സൗകര്യമൊരുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. കടുത്ത ഉഷ്ണത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് നഗരസഭയിലെത്തുന്ന പൊതുജനങ്ങൾക്കും അതുവഴി പോകുന്നവർക്കുമായി ആശ്വാസമാകുന്ന വിധത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭയ്ക്ക് മുൻവശം റോഡിനോട് ചേർന്നാണ് തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല നിർവഹിച്ചു. കടുത്ത ഉഷ്ണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നഗരസഭ തണ്ണീർ പന്തൽ എന്ന നിലയിൽ അവിടെ വന്നു പോകുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിന് സംഭാര വിതരണം നടത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഇനി വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി തണൽ ഏർപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിൽ സംഭാര വിതരണം നടത്തുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. തണ്ണീർപന്തലിൽ സംഭാരമാണ് വിതരണം ചെയ്യുന്നത്. വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടമായാണ് ഇത്തരത്തിൽ തണ്ണീർപന്തൽ ആരംഭിച്ചിരിക്കുന്നത്. മറ്റു തുടർ നടപടികളും ആരംഭിക്കും. മറ്റു കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ളത്തിന് സൗകര്യമൊരുക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് പുതുക്കോട് നാഗൂർ ഖാദർ വലിയുള്ളാഹി ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി നടന്നു വന്നിരുന്ന മൗലൂദ് പാരായണത്തിന് സമാപനമായി. മൗലൂദ് പാരായണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ദുആ സമ്മേളനം അബൂബക്കർ മൗലവി ഉദ്യാനപുരം കാസർഗോഡ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് നടന്ന ദുആ സമ്മേളനം അബൂബക്കർ മൗലവി ഉദ്യാനപുരം കാസർഗോഡ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അവനത് ചെയ്തിരിക്കേണ്ട ഒരു കടമയിൽപ്പെട്ടതുമാണ്. അപ്പോൾ നാം പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള ബഹുമാനിച്ചവരൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു കാട്ടിയതായിട്ട് നമുക്ക് കാണാം. അതായത് അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെ അള്ളാഹുവിൻ്റെ ഷിയാറുകളെ, അതായത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ആ കാലഘട്ടത്തിൽ ത്വാലൂത്ത് രാജാവ് അതുപോലെ തന്നെ ജാലൂത്ത് രാജാവും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധ സമയത്ത് ആ ത്വാലൂത്ത് രാജാവിൻ്റെ സംഘത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അത് നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധം അവിടെ വിജയിക്കണം. അവിടെ അക്രമിയായ ഒരു ഭരണാധികാരിയാണ് സെക്രട്ടറി മുഹമ്മദ് ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ചു. മാർനാട് പള്ളി ഖത്തീബ് അബ്ദുൽ ജബ്ബാർ ഉലുമ മൗലൂദ് പാരായണവും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ആഷിം തങ്ങൾ, ഇബ്രാഹിം മുസ്ലിയാർ വളാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി KM മുഹമ്മദ് സ്വാഗതവും KS സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാ അന്നദാനം വീടുകൾക്ക് നൽകി. 27, 28 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ചന്ദനക്കുടം നേർച്ച. 22 ആനകൾ അണിനിരക്കും. ഓരോ ദേശത്തിന്റെയും ആനകളുടെ ഒപ്പം വിവിധ വാദ്യോപകരണങ്ങളും ചെണ്ടമേളങ്ങളുമായിട്ടാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആനകളുടെ അകമ്പടിയോടെ മാർനാട് വിഭാഗത്തിന്റെ അപ്പപ്പെട്ടി ആദ്യമായി വരുന്നതോടുകൂടിയാണ് നേർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നത്. തുടർന്ന് മറ്റു ദേശക്കാരും ആനകളുമായി മഖാമിലെത്തും. 29-ാം തീയതി ബുധനാഴ്ച രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം കുനിശ്ശേരി തെരുവിൽ നിന്ന് അപ്പപ്പെട്ടി പുതുക്കോട് തൈക്കാവിലെത്തിയതോടുകൂടി ചന്ദനക്കുടമാണ്ട് നേർച്ച സമാപനം കുറിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിതിൻ രാജിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഏപ്രിൽ 28-ന് ഹർത്താൽ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ K. മായാണ്ടി. നിതിൻ രാജിന്റെ മരണം ആദ്യം ആത്മഹത്യയാക്കി എഴുതിത്തള്ളാൻ അധികൃതർ തീരുമാനിച്ച നിതിൻ രാജിന്റെ മരണം കൊലപാതകമായി മാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണെന്നും മായാണ്ടി. നിതിൻ രാജിന്റെ മരണം നടന്ന് 12 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സർക്കാർ നിലപാട് ദുരൂഹത ഉയർത്തുന്നതാണെന്നും ആരോപണം. 30 ദിവസം പിന്നിട്ടിട്ടും പീഡനക്കേസിൽ ഒളിവിൽ പോയ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് M. വത്സനെ പിടികൂടാനാകാതെ പോലീസ്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലും വാഹനത്തിലും വച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഫലം കണ്ടില്ല. ഇതിനിടെ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി തള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.